ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ വീഡിയോ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ലോഫ്റ്റ് അവർ സ്റ്റോറേജ് കൺവേർഷൻ ചെയ്തായിരുന്നു. ബാക്കി നമ്മൾ നല്ല രീതിയിൽ ഇച്ചിരി മനോഹരമാക്കി. അപ്പം ആ വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ ലോഫ്റ്റിലേക്ക് കേട്ടോ. നമ്മൾ ഇവിടെ ലൈറ്റിൻ്റെ സ്വിച്ച് ഇവിടെ തന്നെയാണ്, കാരണം കയറി വരുമ്പോഴേ തന്നെ സ്വിച്ച് ഇടാൻ എളുപ്പത്തിനായതുകൊണ്ട്. ഇതുണ്ടോ, അവരെന്ന് പറയുമ്പോഴത്തേനും ഈ അറ്റം വരെ ചെയ്തിട്ടുള്ളായിരുന്നു. ലോഫ്റ്റ് കൺവേർഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ ഞാൻ കാണിക്കാം. നോക്കി, അവരെ ജസ്റ്റ് നടുക്കത്തെ നമ്മൾ എത്ര സ്ക്വയർ ഫീറ്റാണോ പറഞ്ഞത് അതിന് മാത്രം ചെയ്ത് ബാക്കി നോക്കി ആ മൂലയ്ക്ക് മുഴുവൻ പൊടി പിടിച്ച് കാര്യങ്ങളൊക്കെ ഇത്രയും ജസ്റ്റ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. നോക്കി, ബാക്കി ആണ് നമ്മൾ എത്രമാത്രം ചെയ്തെന്ന് ബാക്കി നമ്മൾ ആ വീഡിയോയിൽ കാണിക്കാം. നമ്മൾ ആദ്യമേ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ചെറിയൊരു 3 പ്ലഗ് ഡബിളിൻ്റെ പിടിപ്പിച്ചു. പിന്നെ നമ്മളിവിടുത്തെ ഒരു പഴയ ട്യൂബ് ലൈറ്റ് ആയിരുന്നു, അത് മാറ്റിയിട്ട് നമ്മൾ പുതിയ ഒരു 4 അടിയുടെ ബാറ്റൺ പിടിപ്പിച്ചു. പിന്നെ നമ്മൾ എന്ന് പറയുക ചെയ്തെന്നാന്ന് വെച്ചാൽ എക്സ്ട്രാ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ചുകൂടെ നീട്ടിയതിന് ശേഷം കണ്ടോ, നമ്മൾ ആ സെയിം ലെവൽ അനുസരിച്ച് അടി കൂടെ നീളത്തിൽ ഇതുപോലെ പട്ടിക അടിച്ചു, എക്സ്റ്റെൻഡ് ചെയ്തു കുറച്ചുകൂടെ അത്ര അറ്റം വരെ. പിന്നെ എക്സ്ട്രാ ഉണ്ടായിരുന്ന പ്ലൈവുഡ് കൊണ്ട് നമ്മൾ ഈ സൈഡ് കംപ്ലീറ്റ് അറ്റം വരെ ചെയ്തു. അതുപോലെ തന്നെ ഈ സൈഡും അതുപോലെ ചെയ്തു. പിന്നെ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടേക്കെന്ന് വെച്ച് വേണമെങ്കിൽ അത് അടയ്ക്കായിരുന്നു, കാരണം കംപ്ലീറ്റ് ഇത് ബ്രീത്തബിൾ ആയിരിക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കംപ്ലീറ്റ് എയർ ടൈറ്റ് ആയി നിന്ന് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇതൊക്കെ ഈർപ്പം പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ചെറിയ ഗ്യാപ്പ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ മുകളിൽ റൂഫ്, കാരണം 10-60 വർഷം പഴക്കമുള്ള ബിൽഡിംഗ് ആയതുകൊണ്ട് മുഴുവൻ പൊടിയും കാര്യങ്ങളും എല്ലാം ഇപ്പോഴും വീണുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഇതുപോലത്തെ പോളിത്തീൻ ഷീറ്റ്, അതായത് ടാർപോളിൻ ഷീറ്റ് മേടിച്ച് 2 ഷീറ്റ് നമ്മൾ മേടിച്ച് 15-30 പൗണ്ടിൻ്റെ. അപ്പോൾ അത് നമ്മൾ തിരിച്ച്, ഇതിനപ്പുറം നീല കളറാണ്, അപ്പോൾ നമ്മൾ തിരിച്ച് ഒരു സിൽവറി ലുക്ക് വരാൻ വേണ്ടി ഈ രീതി കൊടുത്തിട്ട് നമ്മൾ സ്റ്റാപ്ലർ അടിച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ ഇത് കംപ്ലീറ്റ് നമ്മൾ മറച്ചില്ല, കാരണം ഇതൊക്കെ ഒന്ന് നമുക്ക് ഡയറക്റ്റ് കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് വെച്ചത്. പിന്നെ എയർ പാസ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ തുറന്നു കൊടുത്തു, കാരണം ഗ്യാപ്പ് ഇട്ട് കൊടുത്തു, കാരണം കംപ്ലീറ്റ് എയർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ശരിയാവുമല്ലോ. അതുകൊണ്ട് ഇതുപോലെ ഈ സൈഡ് നമ്മൾ ചെറിയ കംപ്ലീറ്റ് ഇതുപോലത്തെ ഫ്ലൈവുഡ് കൊടുത്തില്ല, നീളത്തിൽ വെർട്ടിക്കലായിട്ട് കൊടുത്ത് ബാക്കി ഇതുപോലെ അവിടെയും ടാർപോളിൻ അടിച്ചു കൊടുത്തു. പിന്നെ ഈ സൈഡ് നമ്മൾ സിമെൻറ്റിൻ്റെ ഇഷ്ടിയാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ചുമ്മാ ഒരു വൈറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുത്തു.